അപ്പോൾ ഈ സൈറ്റിലെ കംപ്ലീറ്റ് വെട്ടിപ്പൊളി കഴിഞ്ഞ് മെറ്റൽ ബോക്സ് ഉറപ്പിക്കലാണ് കേട്ടോ. അപ്പോൾ SS-ൻ്റെ മെറ്റൽ ബോക്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരുപാട് സ്വിച്ച് ബോർഡുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ കംപ്ലീറ്റ് മാസ്കിൻ ടാപ്പ് വെച്ച് അഡാപ്റ്റർ ഇട്ടിട്ടാണ് ഫുള്ള് സെറ്റ് ചെയ്ത് കേട്ടോ. അഡാപ്റ്റർ ഇപ്പോൾ എല്ലായിടത്തും ഇടുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു സ്വിച്ച് ബോർഡിൽ നിന്ന് എല്ലാ സ്വിച്ച് ബോർഡിലേക്കും വാട്ടർ ലെവലാണ്. തൊട്ടപ്പുറത്ത് കണ്ടത് കിച്ചനാണ്. കിച്ചണിൽ ഒരുപാട് സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ വാട്ടർ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വർക്കിൽ വരുന്ന ഒരു കുറച്ച് ക്വാളിറ്റി, അതായത് വാട്ടർ ലെവൽ നോക്കാതെ ഒരിക്കലും മെറ്റൽ ബോക്സ് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളെല്ലാ സൈറ്റിലും വാട്ടർ ലെവൽ മസ്റ്റായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. വാട്ടർ ലെവൽ കറക്റ്റ് തോതെടുത്തിട്ട് നോക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ വാട്ടർ ലെവലിൻ്റെ സ്പിരിറ്റ് ലെവൽ വെച്ച് കറക്റ്റ് ലെവലാക്കുന്നുണ്ട്. നമ്മൾ മെറ്റൽ ബോക്സ് എങ്ങനെ വൃത്തിയിൽ ഉറപ്പിക്കുന്നോ അതേ ഫിനിഷിങ് നമുക്ക് അവസാനത്തേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 1/4 ഇഞ്ച് പുറത്തേക്ക് തള്ളിച്ചിട്ടാണ് ഈ മെറ്റൽ ബോക്സ് കംപ്ലീറ്റും വെക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ബോക്സ് ഉണ്ടല്ലോ, ബോക്സും വാട്ടർ ലെവൽ നോക്കിയിട്ട് തന്നെയാണ് ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നത്. എല്ലാ ബോക്സും തമ്മിൽ വാട്ടർ ലെവൽ നോക്കിയിട്ടാണ് ഒക്കെ സെറ്റാക്കിക്കുന്നത് കേട്ടോ. പൈപ്പ് അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബോക്സ് എല്ലാം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബോക്സും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതിന് ശേഷം പൈപ്പ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻവെർട്ടറിന് ഐവറി പൈപ്പും പവറിന് ബ്ലാക്ക് പൈപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും വർക്കിൻ്റെ ഫിനിഷിംഗ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം.